നമസ്കാരം. കൂറ്റൻ പിരമിഡുകളും ഫറവോന്മാരുടെ മമ്മികളുമൊക്കെയുള്ള ഈജിപ്തിലെ രഹസ്യ കല്ലറയ്ക്കുള്ളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോലെ ഒരു തെക്കേ ഇന്ത്യക്കാരൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുതെ നടക്കുക മാത്രമല്ല, അവിടുത്തെ രാജകീയ കല്ലറയുടെ ചുവരുകളിൽ അയാൾ തൻ്റെ പേരും കൊത്തിവെച്ചു. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ചിഗയ് കൊറ്റൻ എന്ന പുരാതന യാത്രികൻ. സ്വിറ്റ്സർലൻഡിലെയും ഫ്രാൻസിലെയും ഗവേഷകർ അടുത്തിടെയാണ് ഈജിപ്തിലെ പ്രശസ്തമായ വാലി ഓഫ് ദി കിങ്സ് എന്ന സ്ഥലത്ത് ഫറവോന്മാരെ അടക്കം ചെയ്ത കല്ലറയ്ക്കുള്ളിലെ ചുവരുകളിൽ പുരാതന തമിഴ് ബ്രാഹ്മി ലിപിയിലുള്ള എഴുത്തിൽ ചിഗയ് കൊറ്റൻ എന്ന് കൊത്തിയിരിക്കുന്നത് കണ്ടത്. 5 വ്യത്യസ്ത കല്ലറകളിൽ 8 തവണയാണ് ഇയാൾ തൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുസിരസ് പോലുള്ള തുറമുഖങ്ങളിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിലേക്ക് വൻതോതിൽ കുരുമുളകും മറ്റും സുഗന്ധവ്യഞ്ജനങ്ങളും കയറ്റി അയച്ചിരുന്നു. ആ കാലത്ത് റോമൻ കപ്പലുകളിൽ കയറി അറബിക്കടൽ കടന്ന് ഈജിപ്തിലെ ബെറേനിക്ക എന്ന തുറമുഖത്തിലെത്തിയ ഒരു വ്യാപാരിയോ നാവികനോ ആയിരിക്കാം കൊറ്റൻ. തുറമുഖത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് മരുഭൂമി താണ്ടി ഈജിപ്തിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള നൈൽ നദീതീരത്തെ അത്ഭുതങ്ങൾ കാണാൻ അയാൾ പോയതാകാം. ചിഗയ് കൊറ്റൻ തൻ്റെ പേരെഴുതി വച്ചത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ തൊടാൻ പറ്റുന്നിടത്തല്ല. റാംസേസ് 9 എന്ന ഫറവോയുടെ കല്ലറയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 16 മുതൽ 20 അടി വരെ ഉയരത്തിലാണ് ഇയാൾ പേര് കൊത്തിവെച്ചിരിക്കുന്നത്. അത്രയും ഉയരത്തിൽ കയറി മറ്റാരുടെയും കൈകൊണ്ട് അത് മാഞ്ഞു പോകാതിരിക്കാൻ കാണിച്ച ബുദ്ധി ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു. അക്കാലത്തെ ഗ്രീക്ക്, റോമൻ സഞ്ചാരികൾ അവിടെ വന്ന് പേരെഴുതുന്ന ശീലമുണ്ടായിരുന്നു. അത് കണ്ടിട്ടാവാം കൊറ്റനും ഞാൻ ഇവിടെ വന്നു കണ്ടു എന്ന് സ്വന്തം ഭാഷയിൽ എഴുതിയത്. നമ്മുടെ പൂർവികർ വെറും വ്യാപാരികൾ മാത്രമല്ല, ലോകം ചുറ്റിക്കണ്ട വലിയ സഞ്ചാരികൾ കൂടിയായിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ചിഗയ് കൊറ്റൻ. 2000 വർഷങ്ങൾക്ക് ശേഷവും ആ പേര് അവിടെ തന്നെയുണ്ട്. ഈ അപൂർവ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. കേരളവും പ്രാചീന ഈജിപ്തുമായുള്ള ചരിത്രത്തിൻ്റെ കടൽരേഖ 2000 വർഷം മുൻപ് തന്നെ കോറൻ വരച്ചിരുന്നു എന്ന നിർവൃതിയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.